ഇനി കേൾക്കാം ഡൂൾ ന്യൂസ് പോഡ്കാസ്റ്റ്. സ്ക്രീനിലെ ചോരച്ചാലുകൾ വീടുകളിലേക്ക് ഒഴുകിയെത്തുമ്പോൾ ഡോക്ടർ കലാപ്പള്ളത്ത് ഡൂൾ ന്യൂസിൽ എഴുതിയ ലേഖനം. ആലപ്പുഴ കരുവാറ്റയിൽ വയോധികൻ കൊല്ലപ്പെട്ട വാർത്ത കേവലം ഒരു കുറ്റകൃത്യത്തിന്റെ വിവരണം മാത്രമല്ല, മറിച്ച് നമ്മുടെ നാടിനെ ഒന്നാകെ അമ്പരപ്പിലും ഞെട്ടലിലും ആഴ്ത്തിയ ഭീതിതമായൊരു സംഭവമാണ്. കളിപ്പാട്ടങ്ങളും പുസ്തകങ്ങളും കൈകളിലേന്തേണ്ട ബാല്യത്തിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ഉൾപ്പെടെയുള്ള കുട്ടികൾ ഒരു മനുഷ്യന്റെ പച്ച ജീവനെടുക്കാൻ ആസൂത്രണം ചെയ്തുവെന്ന യാഥാർത്ഥ്യം നമ്മൾ അഭിമാനം കൊള്ളുന്ന സാംസ്കാരിക ബോധത്തിനും സാമൂഹിക മൂല്യങ്ങൾക്കുമേൽ കരിനിഴൽ വീഴ്ത്തുന്ന വലിയൊരു ആഘാതമാണ്. ഒരു തരിമ്പ് പോലും കുറ്റബോധമില്ലാതെ കൃത്യമായ ആസൂത്രണത്തോടെ ഒരു വയോധികന്റെ ജീവനെടുക്കാൻ ഈ പിഞ്ചു മനസ്സുകൾക്ക് എങ്ങനെ ധൈര്യം ലഭിച്ചു എന്ന ചോദ്യം നമ്മെ ഭയപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികളെ വളർത്തുന്ന രീതികളിലെ വീഴ്ചകളും ഡിജിറ്റൽ അന്തരീക്ഷവും എത്രത്തോളം വിഷമയമായി കഴിഞ്ഞു എന്നതിന്റെ കൈപ്പേറിയ സാക്ഷ്യപത്രമാണിത്. സാങ്കേതിക വിദ്യയുടെ കടന്നുവരവോടെ കുട്ടികളുടെ ലോകം വീടുകളുടെ 4 ചുവരുകൾക്കുള്ളിലേക്ക് ചുരുങ്ങിയപ്പോൾ അവിടെ തളിരിട്ടത് സ്ക്രീനുകളിൽ നിന്ന് ഒഴുകിയെത്തിയ ക്രൂരതയുടെ പാഠങ്ങളായിരുന്നു. സിനിമകളിലും OTT പ്ലാറ്റ്ഫോമുകളിലും സോഷ്യൽ മീഡിയകളിലും അനിയന്ത്രിതമായി ലഭിക്കുന്ന ചോര കാഴ്ചകൾ കുട്ടികളുടെ സ്വാഭാവികമായ അനുകമ്പയെ വറ്റിച്ചു കളയുന്നതിന്റെ ഭയാനകമായ ആഴമാണ് കരുവാറ്റയിലെ സംഭവം വിരൽ ചൂണ്ടുന്നത്. അക്രമങ്ങളെ ഒരു സാഹസികതയായി കാണുന്ന അപകടകരമായ ചിന്താഗതിയിലേക്ക് നമ്മുടെ അടുത്ത തലമുറ വഴിമാറുന്നു എന്ന ഗൗരവതരമായ ആശങ്കയാണ് ഇത് ഉയർത്തുന്നത്. ഈ പശ്ചാത്തലത്തിൽ സ്ക്രീൻ സംസ്കാരം നമ്മുടെ മക്കളെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്നും രക്ഷിതാക്കളും സമൂഹവും എവിടെയാണ് പരാജയപ്പെടുന്നത് എന്നും തികഞ്ഞ ഗൗരവത്തോടെ പരിശോധിക്കേണ്ടതുണ്ട്. ഡിജിറ്റൽ ലോകവും വയലൻസിന്റെ ആകർഷണവും. ഇന്നത്തെ കുട്ടികൾ ജനിച്ചു വളരുന്നത് കാഴ്ചകളുടെ അനിയന്ത്രിതമായ അതിപ്രസരമുള്ള ഒരു ഡിജിറ്റൽ ലോകത്താണ്. ലഹരി പോലെ അടിമപ്പെടുത്തുന്ന സോഷ്യൽ മീഡിയ റീലുകൾ, ഓൺലൈൻ ആക്ഷൻ ഗെയിമുകൾ, OTT പ്ലാറ്റ്ഫോമുകളിലെ ചോരയേറ്റുന്ന ക്രൈം ത്രില്ലറുകൾ എന്നിവ ഇന്ന് അവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. നിർഭാഗ്യവശാൽ ഈ ഡിജിറ്റൽ മാധ്യമങ്ങളിൽ ഭൂരിഭാഗവും അക്രമങ്ങളെയും പ്രതികാരങ്ങളെയും സാങ്കേതികമായി ഗ്ലാമറൈസ് ചെയ്ത് കാണിക്കുന്നവയാണ്. ആക്ഷൻ സിനിമകളിലെ നായകന്മാരോ വില്ലന്മാരോ നടത്തുന്ന ആസൂത്രിതമായ കൊലപാതകങ്ങളും പോലീസിനെയും നീതിവ്യവസ്ഥയെയും വെട്ടിച്ച് രക്ഷപ്പെടാനുള്ള സൂത്രവിദ്യകളും കേവലം വിനോദത്തിനപ്പുറം ഒരു സാഹസികതയായോ വൻ സാമർത്ഥ്യമായോ ആണ് പക്വതയെത്താത്ത ഈ മനസ്സുകളിലേക്ക് കുത്തിവെക്കപ്പെടുന്നത്. ഇത്തരം ക്രൂരവും ഭയാനകവുമായ ദൃശ്യങ്ങൾ നിരന്തരം കാണുന്നതോടെ കുട്ടികൾ അറിഞ്ഞോ അറിയാതെയോ കുറ്റകൃത്യങ്ങളുടെ രീതിശാസ്ത്രം അരിച്ചു പെറുക്കി പഠിക്കാൻ തുടങ്ങുന്നു. ഒരു കൊലപാതകം എങ്ങനെ ആസൂത്രണം ചെയ്യണം, തെളിവുകൾ എങ്ങനെ നശിപ്പിക്കണം, പിടിക്കപ്പെടാതെ എങ്ങനെ ഒളിവിലിരിക്കണം എന്നതൊക്കെ സ്ക്രീനിൽ നിന്ന് അവർ ലളിതമായി പഠിച്ചെടുക്കുന്നു. ശരിയും തെറ്റും തിരിച്ചറിയാനോ ഇത്തരം ദുഷ്പ്രവൃത്തികൾ വരുത്തിവെക്കുന്ന ഭയാനകമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും മറ്റൊരാളുടെ ജീവന്റെ മൂല്യത്തെക്കുറിച്ചും ആഴത്തിൽ ചിന്തിക്കാനോ ഉള്ള വൈകാരിക വളർച്ച കൈവരിക്കും മുൻപേ തന്നെ ഈ ചോര കാഴ്ചകൾ അവരുടെ ചിന്താഗതിയെ പൂർണ്ണമായി കീഴടക്കുന്നു. ഇതിന്റെ ഫലമായി സിനിമകളിലും ഗെയിമുകളിലും കാണുന്ന ആക്ഷൻ രംഗങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ പ്രയോഗിച്ചു നോക്കാനുള്ള അപകടകരമായ കൗതുകവും ധൈര്യവും അവരിൽ ഉടലെടുക്കുന്നു. വെറുമൊരു സാമ്പത്തിക മോഹത്തിനോ കൗതുകത്തിനോ പ്രതികാരത്തിനോ വേണ്ടി സ്വന്തം കൈകൊണ്ട് ഒരു ജീവനെടുക്കാൻ പോലും മടിക്കാത്ത വിധം മനുഷ്യത്വമില്ലാത്തവരായി ഈ ഡിജിറ്റൽ വിഷം നമ്മുടെ കുട്ടികളെ മാറ്റുന്നു. മരവിക്കുന്ന വികാരങ്ങളും മനോഭാവവും. സ്ക്രീനുകളിൽ നിരന്തരം ചോരയും കൊലപാതകങ്ങളും ദൃശ്യവൽക്കരിക്കപ്പെടുന്നത് കുട്ടികളുടെ മനഃശാസ്ത്രപരമായ ആരോഗ്യത്തെയും സ്വാഭാവികമായ വ്യക്തിത്വ വികാസത്തെയും സങ്കീർണമായ രീതിയിലാണ് ബാധിക്കുന്നത്. മനഃശാസ്ത്രത്തിൽ ഡിസെൻസിറ്റൈസേഷൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ അവസ്ഥ ക്രൂരതകളെ സാധാരണവൽക്കരിക്കാൻ പക്വതയില്ലാത്ത മനസ്സുകളെ പ്രേരിപ്പിക്കുന്നു. തുടർച്ചയായി വയലൻസ് ദൃശ്യങ്ങൾ കാണുമ്പോൾ തുടക്കത്തിൽ അനുഭവപ്പെടുന്ന ഭയവും അറപ്പും ഞെട്ടലും പതുക്കെ ഇല്ലാതാകുകയും ക്രൂരമായ കാഴ്ചകൾ കേവലം സാധാരണ അനുഭവങ്ങളായി മാറുകയുമാണ് ചെയ്യുന്നത്. ഇതിന്റെ ഏറ്റവും ദുരന്തപൂർണമായ വശം കുട്ടികളിൽ ഉണ്ടാകുന്ന വികാര മരവിപ്പാണ്. മറ്റൊരാൾ നേരിടുന്ന ശാരീരിക വേദനയോ കരച്ചിലോ ജീവന് വേണ്ടിയുള്ള അപേക്ഷയോ പോലുമുള്ള അടിസ്ഥാനപരമായ മനുഷ്യ വികാരങ്ങൾ മനസ്സിലാക്കാനോ അവയോട് സഹാനുഭൂതിയോടെ പ്രതികരിക്കാനോ അവർക്ക് കഴിയാതെ പോകുന്നു. ശരിയും തെറ്റും തിരിച്ചറിയേണ്ട മനസ്സ് കുറ്റകൃത്യങ്ങളെ ഒരു വീഡിയോ ഗെയിമിലെ ലെവൽ ക്രോസ് ചെയ്യൽ പോലെയോ സിനിമയിലെ സൂപ്പർ ഹീറോ ആക്ഷൻ അനുകരിക്കൽ പോലെയോ മാത്രം കാണുന്ന അപജയത്തിലേക്ക് തള്ളപ്പെടുന്നു. ഒരു ജീവന്റെ മൂല്യം എന്തെന്നോ
ഒരൊറ്റ തെറ്റ് തങ്ങളുടെയും ഇരയുടെയും കുടുംബത്തിന്റെയും ജീവിതം എങ്ങനെ തകർക്കുമെന്നുള്ള യാഥാർത്ഥ്യ ബോധം ഇവർക്ക് പൂർണ്ണമായി നഷ്ടപ്പെടുന്നു. കരുവാറ്റയിൽ വയോധികന്റെ ജീവനെടുക്കാൻ പ്ലാൻ ചെയ്യുമ്പോഴും അത് നടപ്പിലാക്കുമ്പോഴും ഒരു തരിമ്പ് പോലും കുറ്റബോധമോ പശ്ചാത്താപമോ ഉണ്ടാകാതിരുന്നത് കുട്ടികളുടെ മനസ്സിൽ ഈ വികാര മരവിപ്പ് എത്രത്തോളം ആഴത്തിൽ പടർന്നു കഴിഞ്ഞു എന്നതിന്റെ ഭയാനകമായ തെളിവാണ്. മനുഷ്യത്വത്തിന്റെ അവസാനത്തെ അംശവും വറ്റിച്ച് കുറ്റകൃത്യങ്ങളെ വെറുമൊരു കളി മാത്രമായി കാണുന്ന വൈകാരിക ശൂന്യതയിലേക്ക് കുട്ടികൾ വീണു പോകുന്നത് സമൂഹത്തിന് വലിയൊരു മുന്നറിയിപ്പാണ്. അനിയന്ത്രിതമായ ഫോൺ ഉപയോഗവും കുടുംബത്തിന്റെ വീഴ്ചയും. കുട്ടികൾ വഴിതെറ്റുന്നതിലും അക്രമവാസനയിലേക്ക് തിരിയുന്നതിലും മാതാപിതാക്കളുടെ അപക്വമായ സമീപനത്തിനും കൃത്യമായ മേൽനോട്ടക്കുറവിനും വലിയ പങ്കുണ്ട്. സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം യാതൊരു നിയന്ത്രണവുമില്ലാതെ കുട്ടികളുടെ കൈകളിലേക്ക് സ്മാർട്ട് ഫോണുകൾ ഏൽപ്പിച്ചു കൊടുക്കുന്നതോടെയാണ് അപകടങ്ങളുടെ തുടക്കം. മക്കൾ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ സുരക്ഷിതരാണ് എന്ന രക്ഷിതാക്കളുടെ അന്ധമായ ആത്മവിശ്വാസം പലപ്പോഴും തിരിച്ചടിയാകുന്നു. അടച്ചിട്ട മുറികളിലിരുന്ന് രാത്രികാലങ്ങളിൽ കുട്ടികൾ ഇന്റർനെറ്റിൽ എന്താണ് തിരയുന്നതെന്നോ സോഷ്യൽ മീഡിയയിലൂടെ ആരുമായാണ് ബന്ധപ്പെടുന്നതെന്നോ അന്വേഷിക്കാനുള്ള ജാഗ്രത മാതാപിതാക്കൾ കാട്ടാറില്ല. സ്മാർട്ട് ഫോണുകളിലൂടെയും ഡിജിറ്റൽ ഇടങ്ങളിലൂടെയും അതിവേഗം രൂപപ്പെടുന്ന അപരിചിതവും അപകടകരവുമായ കൂട്ടുകെട്ടുകൾ, സൈബർ ലോകത്തെ ചതിക്കുഴികൾ, എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള തെറ്റായ മോഹങ്ങൾ, ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നിവ കുട്ടികളെ വളരെ പെട്ടെന്ന് കുറ്റകൃത്യങ്ങളുടെ വഴിയിലേക്ക് നയിക്കുന്നു. കുട്ടികളുമായി തുറന്ന ആശയവിനിമയം നടത്താനും അവരുടെ മാനസിക സംഘർഷങ്ങൾ മനസ്സിലാക്കാനും സമയമില്ലാത്ത വിധം മാതാപിതാക്കൾ തിരക്കുകളിലേക്ക് മാറുമ്പോൾ വീട്ടിൽ ലഭിക്കാത്ത പരിഗണനയും പിന്തുണയും കുട്ടികൾ ഇന്റർനെറ്റിലെ തെറ്റായ സൗഹൃദങ്ങളിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നു. മക്കളുടെ സംസാരത്തിലോ പെരുമാറ്റത്തിലോ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങൾ, അമിതമായ ദേഷ്യം, രഹസ്യ സ്വഭാവം, രാത്രി വൈകിയും ഫോൺ ഉപയോഗിക്കൽ തുടങ്ങിയ അപകട സൂചനകൾ സമയബന്ധിതമായി തിരിച്ചറിയാൻ രക്ഷിതാക്കൾക്ക് കഴിയാതെ പോകുന്നത് വൻ വീഴ്ചയാണ്. കുട്ടികൾക്ക് ആവശ്യമായ സ്നേഹവും ശിക്ഷണവും നൽകുന്നതിലുണ്ടാകുന്ന പിഴവും അവരുടെ ഡിജിറ്റൽ ജീവിതത്തിന്മേൽ അതിരുകൾ നിശ്ചയിക്കാത്തതുമാണ് ഒടുവിൽ വിദ്യാലയങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും കുറ്റവാളികൾ ഉദ്ഭവിക്കുന്ന ദാരുണ സാഹചര്യത്തിന് വളക്കൂറുള്ള മണ്ണൊരുക്കുന്നത്. കൂട്ടുകെട്ടുകളുടെയും പിയർ സമ്മർദ്ദത്തിന്റെയും പങ്ക്. കൗമാരപ്രായത്തിലേക്ക് കാലുകുത്തുന്നതോടെ കുട്ടികളുടെ ചിന്താമണ്ഡലത്തിൽ കുടുംബാംഗങ്ങളെക്കാളും മാതാപിതാക്കളെക്കാളും ആഴത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നത് സൗഹൃദ കൂട്ടായ്മകളാണ്. വീടുകളിൽ നിന്ന് ലഭിക്കുന്ന ഉപദേശങ്ങളെക്കാൾ കൂട്ടുകാരുടെ അംഗീകാരത്തിന് ഇവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നു. സ്വന്തം ഗ്രൂപ്പിനുള്ളിൽ ഒരു ഭീരുവായോ അന്യനായോ ചിത്രീകരിക്കപ്പെടാതിരിക്കാനും തങ്ങളുടെ സ്വാധീനവും അപ്രമാദിത്വവും തെളിയിക്കാനുമുള്ള അമിതമായ ആഗ്രഹമാണ് പലപ്പോഴും കുറ്റകൃത്യങ്ങളുടെ ആദ്യ പടിയാകുന്നത്. ഗ്രൂപ്പിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുമോ എന്ന ഭയം ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ഇവരുടെ സ്വാഭാവിക വിവേകത്തെ പൂർണ്ണമായി തളർത്തുന്നു. ഇത്തരം ശക്തമായ പിയർ സമ്മർദ്ദങ്ങളിൽ അകപ്പെടുമ്പോൾ ഇൻഡിവിജ്വൽ ചിന്താഗതി മാറി അതൊരു ക്രൗഡ് മെന്റാലിറ്റി അല്ലെങ്കിൽ കൂട്ടായ ആക്രമണോത്സുകതയായി രൂപപ്പെടുന്നു. കൂട്ടായ്മയിലെ അഗ്രസീവായ അല്ലെങ്കിൽ ലീഡർ സ്ഥാനത്തുള്ള വ്യക്തി ആസൂത്രണം ചെയ്യുന്ന അനീതികളെയും കുറ്റകൃത്യങ്ങളെയും ചോദ്യം ചെയ്യാൻ ഭയന്ന് മറ്റുള്ളവർ അനുകൂലിക്കുകയോ അതിൽ പങ്കാളികളാവുകയോ ചെയ്യുന്നു. കൂട്ടുകാരുടെ പ്രശംസ പിടിച്ചുപറ്റുക, മാസ് അല്ലെങ്കിൽ ഹീറോയിസം കാണിക്കുക എന്ന വ്യാജ പെരുമയ്ക്ക് വേണ്ടി സ്വന്തം ഭാവി പോലും പണയം വെച്ച് ക്രൂരമായ പ്രവർത്തികൾ ഏറ്റെടുക്കാൻ ഇവർ തയ്യാറാകുന്നു. നല്ലതും ദോഷകരവുമായ കൂട്ടുകെട്ടുകളെ കൃത്യമായി തിരിച്ചറിയാനുള്ള വൈകാരിക പക്വതയില്ലായ്മയും കൂട്ടുകാരുടെ വാക്കുകളെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ബോധമില്ലായ്മയുമാണ് ഒടുവിൽ നിരപരാധികളായ കുട്ടികളെ പോലും ദാരുണമായ കുറ്റകൃത്യങ്ങളിലെ സജീവ പങ്കാളികളാക്കി മാറ്റുന്നത്. ഓൺലൈൻ ഗെയിമിങ്ങും കുറ്റകൃത്യങ്ങളുടെ ഗെയിമിഫിക്കേഷനും. ഇന്നത്തെ കുട്ടികൾ ചെലവഴിക്കുന്ന വെർച്വൽ ലോകത്ത് അക്രമങ്ങളും രക്തച്ചൊരിച്ചിലുകളും ഒരു വിനോദമായി കാണിക്കപ്പെടുന്ന ഭയാനകമായ പ്രതിഭാസമാണ് ഗെയിമിഫിക്കേഷൻ. പല ജനപ്രിയ ഓൺലൈൻ ആക്ഷൻ ഗെയിമുകളിലും മുന്നോട്ടുള്ള ലെവലുകൾ പൂർത്തിയാക്കാനും പോയിന്റുകളും പുതിയ അവാർഡുകളും നേടാനും കൊലപാതകങ്ങളും ആക്രമണങ്ങളും ചെയ്യേണ്ടതായി വരുന്നു. നിയമങ്ങൾ ലംഘിക്കുന്നതിനും ശത്രുക്കളെ ഇല്ലാതാക്കുന്നതിനും ഗെയിമുകളിൽ ലഭിക്കുന്ന ഈ ഡിജിറ്റൽ റിവാർഡുകൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് പെരുമയുള്ള കാര്യമാണെന്ന തെറ്റായ ബോധമാണ് പക്വതയെത്താത്ത മനസ്സുകളിൽ വളർത്തുന്നത്. ഇത്തരം വെർച്വൽ സിമുലേഷനുകൾ നിരന്തരം കളിച്ചു ശീലിക്കുന്നതോടെ യഥാർത്ഥ ജീവിതത്തിലെ അതിക്രൂരമായ കുറ്റകൃത്യങ്ങളെ പോലും വെറുമൊരു കളി മാത്രമായി നിസ്സാരവൽക്കരിച്ചു കാണാൻ കുട്ടികൾ പ്രേരിപ്പിക്കപ്പെടുന്നു. ഒരു മനുഷ്യന്റെ ജീവന്റെ വിലയോ
ഇര അനുഭവിക്കുന്ന സഹനമോ വേദനയോ തിരിച്ചറിയുന്നതിന് പകരം തങ്ങൾക്ക് നൽകപ്പെട്ട ഒരു ടാസ്ക് വിജയകരമായി പൂർത്തിയാക്കിയെന്ന തെറ്റായ ജയബോധവും ആവേശവുമാണ് കുട്ടി മനസ്സുകളിൽ നിറയുന്നത്. യഥാർത്ഥ ജീവിതത്തിലും പിടിക്കപ്പെടാതെയും തടസ്സങ്ങളില്ലാതെയും ഒരു അരും കൊല നടപ്പിലാക്കുന്നത് ഗെയിമിലെ ഒരു ലെവൽ ക്രോസ് ചെയ്യുന്നത് പോലെ തികച്ചും ലളിതവും രസകരവുമാണെന്ന ഭയാനകമായ മിഥ്യാധാരണയിലേക്ക് കുട്ടികളെ തള്ളിവിടാൻ ഈ ഗെയിമിംഗ് സംസ്കാരം കാരണമാകുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗവും സ്വാധീനവും ഇന്നത്തെ കൗമാരക്കാരെയും കുട്ടികളെയും കുറ്റകൃത്യങ്ങളുടെ കരിനിഴലിലേക്ക് തള്ളിവിടുന്നതിൽ രാസലഹരികളുടെയും കഞ്ചാവിന്റെയും വ്യാപനം നിർണായക പങ്കാണ് വഹിക്കുന്നത്. കൃത്യമായ ആലോചനയില്ലാതെ അവിവേകത്തോടും ക്രൂരതയോടും കൂടി പെരുമാറാൻ ഇത്തരം ലഹരി വസ്തുക്കൾ കുട്ടികളെ പ്രേരിപ്പിക്കുന്നു. തുടക്കത്തിൽ കേവലം കൗതുകത്തിനോ കൂട്ടുകാരുടെ നിർബന്ധത്തിനോ വഴങ്ങി ലഹരി ഉപയോഗിച്ചു തുടങ്ങുന്നവർ വളരെ പെട്ടെന്ന് തന്നെ അതിന് പൂർണ്ണമായി അടിമപ്പെടുകയും പിന്നീട് ലഹരി വാങ്ങാനുള്ള പണത്തിനായി ഏത് തെറ്റായ വഴിയും തിരഞ്ഞെടുക്കാൻ മടിക്കാത്ത അവസ്ഥയിലെത്തുകയും ചെയ്യുന്നു. ലഹരി വസ്തുക്കളുടെ നിരന്തരമായ ഉപയോഗം കുട്ടികളുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെയും വൈകാരിക നിയന്ത്രണത്തെയും ഗുരുതരമായി ബാധിക്കുന്നു. ശരിയും തെറ്റും തിരിച്ചറിയാനും സ്വയം നിയന്ത്രിക്കാനുമുള്ള വിവേചന ബുദ്ധി പൂർണ്ണമായി തകരുന്നതോടെ ഇവരിൽ അനിയന്ത്രിതമായ കോപവും ആക്രമണോത്സുകതയും ഉടലെടുക്കുന്നു. സഹജീവികളോട് തോന്നേണ്ട അനുകമ്പയോ ജീവന്റെ മൂല്യമോ മനസ്സിലാക്കാൻ കഴിയാത്ത വിധം മനസ്സ് പൂർണ്ണമായും മരവിച്ചു പോകാൻ ഇത് കാരണമാകുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും ക്രൂരമായി പ്രതികരിക്കാനും യാതൊരു ഭയവുമില്ലാതെ അരും കൊലകൾ ഉൾപ്പെടെയുള്ള ദാരുണമായ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാവാനും ലഹരി നൽകുന്ന വ്യാജധൈര്യം ഇവരെ പ്രേരിപ്പിക്കുന്നു. ഡിജിറ്റൽ ലോകത്തെ അനിയന്ത്രിതമായ ബന്ധങ്ങളാണ് പലപ്പോഴും കുട്ടികളിലേക്ക് ഈ ലഹരി വസ്തുക്കൾ എത്തുന്നതിനുള്ള പ്രധാന വഴി. ഇൻസ്റ്റഗ്രാം, ടെലഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഡാർക്ക് വെബ് നെറ്റ്വർക്കുകളിലൂടെയും ലഹരി മാഫിയകൾ കുട്ടികളിലേക്ക് വളരെ എളുപ്പത്തിൽ വലയെറിയുന്നു. ഡിജിറ്റൽ ഇടങ്ങളിലെ രഹസ്യ കൂട്ടായ്മകൾ വഴി ലഹരി വസ്തുക്കൾ കൈമാറുന്നതും അത് ലഭിക്കാനായി കുട്ടികളെ ലഹരി കടത്തുകാരായോ കുറ്റകൃത്യങ്ങളുടെ പങ്കാളികളായോ ഉപയോഗിക്കുന്നതും വർദ്ധിച്ചു വരികയാണ്. ഡിജിറ്റൽ ലോകത്തെ വഞ്ചനകളും ലഹരിയുടെ കരാളഹസ്തങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ നമ്മുടെ കുട്ടികളുടെ ഭാവി പൂർണ്ണമായി ഇരുളടഞ്ഞു പോകുന്ന ഭയാനകമായ അവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഉപഭോഗ സംസ്കാരവും എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള ആഗ്രഹവും ഇന്നത്തെ തലമുറയെ വഴിതെറ്റിക്കുന്നതിൽ ആധുനിക ഉപഭോഗ സംസ്കാരവും അതിലൂടെ വളരുന്ന അനിയന്ത്രിതമായ സാമ്പത്തിക മോഹങ്ങളും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിക്കുന്ന ആഡംബര ജീവിത ശൈലികൾ, അനാവശ്യമായ ആർഭാടങ്ങൾ, വില കൂടിയ ഗാഡ്ജറ്റുകൾ, ബ്രാൻഡഡ് വസ്ത്രങ്ങൾ, ലക്ഷറി വാഹനങ്ങൾ എന്നിവ ദിവസേന കണ്ടുവളരുന്ന കുട്ടികളിൽ ലളിത ജീവിതത്തെക്കാൾ പണത്തോടുള്ള അമിതമായ ആകർഷണം രൂപപ്പെടുന്നു. അധ്വാനത്തിന്റെയോ കഷ്ടപ്പാടിന്റെയോ മൂല്യം മനസ്സിലാക്കാതെ കുറഞ്ഞ സമയം കൊണ്ട് എളുപ്പ വഴിയിൽ കൂടുതൽ പണം ഉണ്ടാക്കുക എന്ന അപകടകരമായ ചിന്താഗതിയിലേക്ക് ഇത് പക്വതയെത്താത്ത മനസ്സുകളെ നയിക്കുന്നു. സോഷ്യൽ മീഡിയ സൃഷ്ടിക്കുന്ന വ്യാജ തിളക്കത്തിലും പ്രശസ്തിയിലും മയങ്ങി തങ്ങളുടെ അനാവശ്യമായ ആഡംബര ആഗ്രഹങ്ങൾ തൃപ്തിപ്പെടുത്താനായി ഏത് ക്രൂരമായ വഴിയും തിരഞ്ഞെടുക്കാൻ കുട്ടികൾ മടിക്കുന്നില്ല. അധ്വാനിച്ച് പണമുണ്ടാക്കുന്നതിന് സമയമെടുക്കുന്നതിനാൽ കുറുക്കു വഴികളിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ ഇവർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു. സൈബർ തട്ടിപ്പുകൾ, മോഷണം, പിടിച്ചുപറി മുതൽ കൊട്ടേഷൻ ആക്രമണങ്ങളിലും കൊലപാതകങ്ങളിലും വരെ സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് ഇവർ പങ്കാളികളാകുന്നു. ഉപഭോഗ സംസ്കാരം കുട്ടികളിൽ വളർത്തുന്ന അമിതമായ സ്വാർത്ഥത മനുഷ്യബന്ധങ്ങളുടെയും വികാരങ്ങളുടെയും മൂല്യം പൂർണ്ണമായി തകർത്തു കളയുന്നു. സാമ്പത്തിക നേട്ടത്തിനും പണത്തിനും വേണ്ടി സ്വന്തം വീടുകളിലോ അയൽപ്പക്കങ്ങളിലോ ഉള്ള ബന്ധുക്കളെയും വയോധികരെയും പോലുള്ള അടുത്ത ബന്ധങ്ങളെ ഇരയാക്കാൻ ഇവർ മടിക്കുന്നില്ല. പണം മാത്രമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന തെറ്റായ ചിന്താഗതി മനസ്സിലെ നന്മയും സഹാനുഭൂതിയും വറ്റിച്ച് സ്വന്തം ആവശ്യങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ഏത് വ്യക്തിയെയും അനായാസം ഇല്ലായ്മ ചെയ്യാൻ മടിക്കാത്ത വൈകാരിക ശൂന്യതയിലേക്ക് ഈ തലമുറയെ അധപ്പതിപ്പിക്കുന്നു. പരിഹാരമാർഗങ്ങൾ: ഈ ഭയാനകമായ സാമൂഹിക അവസ്ഥയിൽ നിന്നും അക്രമവാസനയിൽ നിന്നും നമ്മുടെ കുട്ടികളെയും നാളെയുടെ തലമുറയെയും രക്ഷിച്ചെടുക്കാൻ മാതാപിതാക്കളും ഭരണകൂടവും അധ്യാപകരും സമൂഹവും ഒരുമിച്ച് കൈകോർത്ത് പ്രവർത്തിക്കേണ്ടതുണ്ട്. കേവലം ശക്തമായ നിയമങ്ങൾ കൊണ്ടോ കഠിനമായ ശിക്ഷകൾ കൊണ്ടോ മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ഒന്നല്ല ഇത്. മറിച്ച് കുട്ടികൾ വളരുന്ന വീടുകളിലും വിദ്യാലയങ്ങളിലും കൃത്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. കുറ്റകൃത്യങ്ങൾ നടന്നതിനു ശേഷം ശിക്ഷ നടപ്പാക്കുന്നതിനേക്കാൾ ഒരു കുട്ടി എന്തുകൊണ്ട് കുറ്റവാളിയാകുന്നു എന്ന് തിരിഞ്ഞു നോക്കാനും
ആ സാഹചര്യങ്ങളെ ഇല്ലാതാക്കാനുമാണ് നാം മുൻഗണന നൽകേണ്ടത്. കുട്ടികളുടെ മാനസികാവസ്ഥ രൂപപ്പെടുന്നത് കുടുംബത്തിലും വിദ്യാലയങ്ങളിലുമാണ്. അവിടെ സ്നേഹവും സുരക്ഷിതത്വവും കൃത്യമായ മാർഗനിർദ്ദേശവും ലഭിക്കാതെ വരുമ്പോഴാണ് അവർ ഡിജിറ്റൽ ഇടങ്ങളിലെ വിപത്തുകളിലേക്കും ലഹരിയിലേക്കും തെറ്റായ സൗഹൃദങ്ങളിലേക്കും ആകർഷിക്കപ്പെടുന്നത്. അതിനാൽ മാറ്റം തുടങ്ങേണ്ടത് നമ്മുടെ വീടുകളുടെ 4 ചുവരുകൾക്കുള്ളിൽ നിന്നും അധ്യാപകർ നൽകുന്ന ശിക്ഷണത്തിൽ നിന്നുമാണ്. ഇതിനായി നടപ്പിലാക്കേണ്ട പ്രധാന പ്രവർത്തനങ്ങൾ താഴെ പറയുന്നവയാണ്. മാതാപിതാക്കളുടെ ജാഗ്രതയും ഡിജിറ്റൽ മേൽനോട്ടവും. കുട്ടികളുടെ മാനസിക വികാസത്തിലും സുരക്ഷയിലും മാതാപിതാക്കൾ പുലർത്തുന്ന ജാഗ്രതയ്ക്ക് നിർണായക സ്ഥാനമുണ്ട്. ഡിജിറ്റൽ യുഗത്തിൽ സാങ്കേതിക വിദ്യയെ പൂർണ്ണമായി മാറ്റി നിർത്താൻ കഴിയില്ലെങ്കിലും അതിന്റെ ഉപയോഗത്തിന് വ്യക്തമായ അതിരുകളും സമയപരിധിയും നിശ്ചയിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്മാർട്ട് ഫോണുകൾ പഠന ആവശ്യങ്ങൾക്കായി നൽകുന്നുണ്ടെങ്കിലും അത് ഏതു നേരവും അനിയന്ത്രിതമായി ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമല്ലെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തണം. പഠനം കഴിഞ്ഞാൽ ഫോൺ മാതാപിതാക്കളെ ഏൽപ്പിക്കുക, ഭക്ഷണ സമയത്തും ഉറങ്ങുന്നതിന് തൊട്ടു മുൻപും ഫോൺ ഉപയോഗിക്കാതിരിക്കുക തുടങ്ങിയ നിയമങ്ങൾ വീടുകളിൽ കർശനമായി നടപ്പിലാക്കണം. അടച്ചിട്ട മുറികളിൽ രാത്രി വൈകിയും കുട്ടി ഫോൺ ഉപയോഗിക്കുന്നത് വലിയ മാനസിക സ്വഭാവ വൈകല്യങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. മാതാപിതാക്കളുടെ കണ്ണിൽ പെടാതെ രഹസ്യമായി കാണുന്ന അശ്ലീല അക്രമ ദൃശ്യങ്ങളും സൈബർ ലോകത്തെ അജ്ഞാതരായ വ്യക്തികളുമായുള്ള സമ്പർക്കവും കുട്ടികളെ കുറ്റകൃത്യങ്ങളുടെ ചതിക്കുഴികളിൽ വീഴ്ത്തുന്നു. അതിനാൽ രാത്രി കാലങ്ങളിൽ ഫോൺ അടച്ചിട്ട മുറികളിൽ കൊണ്ടുപോകുന്നത് കർശനമായി വിലക്കുകയും വീടുകളിലെ പൊതുവായ ഇടങ്ങളിൽ വെച്ച് മാത്രം ഫോൺ ഉപയോഗിക്കാൻ അനുവദിക്കുകയും വേണം. ഇതോടൊപ്പം ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കാൻ പാരന്റൽ കൺട്രോൾ ആപ്പുകളും ഫിൽറ്ററുകളും സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കേണ്ടതുണ്ട്. കുട്ടികൾ ഏതൊക്കെ ആപ്പുകളാണ് ഡൗൺലോഡ് ചെയ്യുന്നത്, ഏതൊക്കെ വെബ്സൈറ്റുകളാണ് സന്ദർശിക്കുന്നത്, ഫോണിൽ എത്ര സമയം ചെലവഴിക്കുന്നു എന്നിവ നിരീക്ഷിക്കാൻ ഇത്തരം സംവിധാനങ്ങൾ സഹായിക്കും. അപരിചിതമായ ലിങ്കുകൾ, പ്രായത്തിന് അനുയോജ്യമല്ലാത്ത വിനോദങ്ങൾ, ആസക്തിയുണ്ടാക്കുന്ന ഗെയിമുകൾ എന്നിവയിൽ നിന്നും കുട്ടികളെ അകറ്റി നിർത്താൻ ഇത്തരം ഡിജിറ്റൽ മേൽനോട്ടം അത്യന്താപേക്ഷിതമാണ്. നിയന്ത്രണങ്ങൾ ഒരു ശിക്ഷയല്ല, മറിച്ച് അവരുടെ സുരക്ഷയ്ക്കുള്ള കരുതലാണെന്ന ബോധം കുട്ടികളിൽ വളർത്താൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കുകയും വേണം. വീടുകളിൽ തുറന്ന ആശയവിനിമയവും സ്നേഹാന്തരീക്ഷവും. കുട്ടികളിൽ അക്രമവാസനയും വൈകാരിക മരവിപ്പും തടയുന്നതിൽ ഏറ്റവും ശക്തമായ പ്രതിരോധ കോട്ട വീടുകളിലെ ആരോഗ്യകരമായ അന്തരീക്ഷമാണ്. രക്ഷിതാക്കളിൽ നിന്ന് അകലുകയും വീട്ടിൽ തങ്ങൾ പറയുന്നത് കേൾക്കാൻ ആളില്ലെന്ന് തോന്നുകയും ചെയ്യുമ്പോഴാണ് കുട്ടികൾ ഡിജിറ്റൽ ലോകത്തെ വഞ്ചനാപരമായ കൂട്ടുകെട്ടിലേക്കും അപകടകരമായ വഴികളിലേക്കും തിരിയുന്നത്. അതിനാൽ എത്ര വലിയ തിരക്കുകൾക്കിടയിലും മക്കളുമായി ദിവസവും കുറച്ച് സമയമെങ്കിലും സൗഹൃദത്തോടെയും സ്നേഹത്തോടെയും സംസാരിക്കാൻ മാതാപിതാക്കൾ പ്രത്യേക ശ്രദ്ധ നൽകണം. കുട്ടികളെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നതിനോ ശിക്ഷിക്കുന്നതിനോ പകരം അവരുടെ മാനസിക വിഷമങ്ങളും സ്കൂളിലോ സൗഹൃദങ്ങളിലോ അനുഭവിക്കുന്ന പ്രതിസന്ധികളും തുറന്നു പറയാനുള്ള സുരക്ഷിതമായ ഒരിടമായി വീടുകളെ മാറ്റണം. ഭയമില്ലാതെ വിഷമങ്ങൾ തുറന്നു പറയാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ തെറ്റായ വഴികളിൽ അകപ്പെടുന്നതിന് മുൻപ് തന്നെ മാതാപിതാക്കളോട് ഉപദേശം നേടാൻ അവർക്ക് ധൈര്യമുണ്ടാകും. വീടുകളിൽ നിന്ന് ലഭിക്കുന്ന കരുതലും പരിഗണനയുമാണ് കുട്ടികളുടെ വൈകാരിക സുരക്ഷിതത്വത്തിന്റെ അടിസ്ഥാനം. ഇതോടൊപ്പം മക്കളുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ഉണ്ടാകുന്ന സൂക്ഷ്മമായ വ്യതിയാനങ്ങൾ സമയബന്ധിതമായി തിരിച്ചറിയാൻ മാതാപിതാക്കൾ ജാഗരൂകരായിരിക്കണം. പെട്ടെന്നുണ്ടാകുന്ന അമിതമായ ദേഷ്യം, എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് മുറിയിൽ അടങ്ങിയിരിക്കൽ, രാത്രി വൈകിയും ഉറങ്ങാതെ ഫോണിൽ സമയം ചെലവഴിക്കൽ, പഠനത്തിൽ അനാസ്ഥ, രഹസ്യ സ്വഭാവം എന്നിവയെല്ലാം മനഃശാസ്ത്രപരമായ പ്രയാസങ്ങളുടെയോ തെറ്റായ കൂട്ടുകെട്ടുകളുടെയോ ലക്ഷണങ്ങളാകാം. ഇത്തരം മാറ്റങ്ങൾ കണ്ടെത്തിയാൽ അവരെ അധിക്ഷേപിക്കാതെ സ്നേഹത്തോടെ കാര്യം തിരക്കാനും ആവശ്യമെങ്കിൽ പ്രൊഫഷണൽ കൗൺസിലിംഗിന്റെ സഹായം തേടാനും രക്ഷിതാക്കൾ തയ്യാറാകണം. സ്കൂളുകളുടെ പങ്കും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസവും. കുട്ടികളുടെ ജീവിതത്തിൽ കുടുംബം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും വ്യക്തിത്വം രൂപപ്പെടുന്നതുമായ ഇടമാണ് വിദ്യാലയങ്ങൾ. അതിനാൽ വെറുമൊരു അക്കാദമിക് പരീക്ഷാ കേന്ദ്രങ്ങൾ എന്നതിനപ്പുറം കുട്ടികളെ മൂല്യമുള്ള മനുഷ്യരായി വാർത്തെടുക്കാനുള്ള ഉത്തരവാദിത്തം സ്കൂളുകൾ ഏറ്റെടുക്കണം. കേവലം ഉയർന്ന മാർക്കുകളും റാങ്കുകളും നേടാൻ മാത്രം പഠിപ്പിക്കുന്ന നിലവിലെ വിദ്യാഭ്യാസ രീതി മാറി ജീവിതത്തിൽ ശരിയും തെറ്റും തിരിച്ചറിയാനും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും കുട്ടികളെ സജ്ജരാക്കുന്ന രീതിയിലേക്ക് ബോധന
മുൻഗണന സമ്പ്രദായം മാറേണ്ടതുണ്ട്. സ്കൂളുകളിൽ ഇന്ന് ഏറ്റവും അടിയന്തരമായി നൽകേണ്ടത് ഡിജിറ്റൽ സാക്ഷരതയും സൈബർ സുരക്ഷാ ബോധവൽക്കരണവുമാണ്. ഇന്റർനെറ്റിന്റെ സാധ്യതകളും അതിലൊളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികളും ഗെയിമിംഗ് ആസക്തിയുടെ പ്രത്യാഘാതങ്ങളും ഓൺലൈനിൽ പിന്തുടരേണ്ട മര്യാദകളും കുട്ടികളെ ചെറുപ്പത്തിലെ പഠിപ്പിക്കണം. കൂടാതെ വിദ്യാലയങ്ങളിലേക്ക് പടർന്നു പിടിക്കുന്ന ലഹരി മാഫിയകൾക്കെതിരെ കൃത്യമായ ജാഗ്രത പുലർത്തുകയും രാസലഹരികൾ ഉൾപ്പെടെയുള്ളവ കുട്ടികളുടെ തലച്ചോറിനെയും ജീവിതത്തെയും എങ്ങനെ തകർക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന വിദഗ്ധരുടെ ക്ലാസുകൾ നിരന്തരം സംഘടിപ്പിക്കുകയും വേണം. കുട്ടികളിലെ മാനസിക സംഘർഷങ്ങളും വൈകാരിക പ്രയാസങ്ങളും തുടക്കത്തിലെ തിരിച്ചറിയാൻ എല്ലാ സ്കൂളുകളിലും പ്രൊഫഷണൽ കൗൺസിലിംഗ് സൗകര്യങ്ങൾ ലഭ്യമാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പഠനഭാരം, കൂട്ടുകാരുടെ ഇടയിലെ അപകർഷതാബോധം, വീടുകളിലെ പ്രശ്നങ്ങൾ എന്നിവ മൂലം ഒറ്റപ്പെടുന്ന കുട്ടികൾക്ക് വൈകാരിക പിന്തുണ നൽകാനും അവരെ ശരിയായ ദിശയിലേക്ക് നയിക്കാനും കൗൺസിലർമാർക്ക് സാധിക്കും. എല്ലാറ്റിനും ഉപരിയായി സഹജീവികളോട് അനുകമ്പയും സ്നേഹവും കരുണയും വളർത്തുന്ന മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പാഠ്യപദ്ധതിയിൽ മുൻഗണന നൽകണം. പരസ്പരം സഹായിക്കാനും ഇരകളാകുന്നവരുടെ വേദന മനസ്സിലാക്കാനും പങ്കുവെക്കലിന്റെ സന്തോഷം അനുഭവിക്കാനും കുട്ടികളെ പഠിപ്പിക്കണം. സഹജീവികളോടും മൃഗങ്ങളോടും പ്രകൃതിയോടും ദയ കാണിക്കുന്ന തലമുറയ്ക്ക് മുന്നിൽ അക്രമവാസനയും കൊലപാതക ചിന്തകളും തനിയെ പരാജയപ്പെടും. വിദ്യാലയങ്ങൾ നൽകുന്ന ഇത്തരം കരുതലുകളാണ് ഒരു കുട്ടിയെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്തി നല്ലൊരു പൗരനാക്കി മാറ്റുന്നത്. സർക്കാരിന്റെയും സോഷ്യൽ മീഡിയയുടെയും നിയന്ത്രണങ്ങൾ. കുറ്റകൃത്യങ്ങളും അക്രമങ്ങളും പെരുകുന്ന ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് വ്യക്തിഗത ജാഗ്രതയ്ക്കൊപ്പം തന്നെ സർക്കാരിന്റെ ഇടപെടലുകളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ മേലുള്ള കർശനമായ നിയന്ത്രണങ്ങളും അത്യന്താപേക്ഷിതമാണ്. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെ ദോഷകരമായി ബാധിക്കുന്ന ഉള്ളടക്കങ്ങൾ തടയുന്നതിൽ ഭരണകൂടത്തിനും അത് നിയന്ത്രിക്കുന്ന ഏജൻസികൾക്കും വലിയ ചുമതലയുണ്ട്. OTT പ്ലാറ്റ്ഫോമുകൾ, ഓൺലൈൻ ഗെയിമുകൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്നിവയിൽ കുട്ടികൾക്ക് അനുയോജ്യമല്ലാത്തതും അമിത വയലൻസും ക്രൂരതയും നിറഞ്ഞതുമായ ദൃശ്യങ്ങൾ എത്തുന്നതും കർശനമായി തടയണം. ഇതിനായി ശക്തമായ ഏജ് റെസ്ട്രിക്ഷൻ സാങ്കേതിക വിദ്യകളും സെൻസർഷിപ്പ് മാനദണ്ഡങ്ങളും നടപ്പിലാക്കാൻ ടെക് കമ്പനികളെ നിയമപരമായി ബാധ്യസ്ഥരാക്കണം. കുട്ടികളുടെ അക്കൗണ്ടുകളിൽ നിന്ന് വയലൻസ് നിറഞ്ഞ ഗെയിമുകളും കൊലപാതക ദൃശ്യങ്ങളും എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ കഴിയാത്ത വിധം മാറ്റങ്ങൾ വരുത്താൻ OTT ഗെയിമിംഗ് കമ്പനികൾക്ക് സർക്കാർ കർശന നിർദ്ദേശം നൽകേണ്ടതുണ്ട്. ഇതോടൊപ്പം ഡിജിറ്റൽ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി മാഫിയകൾക്കെതിരെ പോലീസിന്റെ സൈബർ വിങ്ങും എക്സൈസും സംയുക്തമായി ശക്തമായ നിരീക്ഷണം നടത്തണം. ഇൻസ്റ്റഗ്രാം, ടെലഗ്രാം, ഡാർക്ക് വെബ് തുടങ്ങിയ രഹസ്യ ഗ്രൂപ്പുകൾ വഴി കുട്ടികളെ ലഹരി വലയിലാക്കുന്ന ഏജന്റുമാരെയും വിതരണക്കാരെയും കണ്ടെത്താൻ സൈബർ പെട്രോളിംഗ് വിപുലമാക്കേണ്ടതുണ്ട്. ലഹരി വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്ന ശൃംഖലകൾ ആദ്യമേ കണ്ടുപിടിക്കാനും ഇത്തരം ചതിക്കുഴികളിൽ നിന്ന് കുട്ടികളെ സമയബന്ധിതമായി രക്ഷിച്ചെടുക്കാനും എക്സൈസ്, പോലീസ് ഏജൻസികളുടെ നിരന്തരമായ ജാഗ്രതയ്ക്ക് സാധിക്കും. നിയമപരമായ ഇത്തരം ശക്തമായ പ്രതിരോധങ്ങളിലൂടെ മാത്രമേ കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയൂ. ക്രിയാത്മകമായ വിനോദങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കൽ. ഡിജിറ്റൽ ലോകത്തെ ആസക്തികളിൽ നിന്നും വെർച്വൽ ലോകത്തിന്റെ അനാവശ്യ സമ്മർദ്ദങ്ങളിൽ നിന്നും കുട്ടികളെ മുക്തരാക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ വഴി അവരുടെ ശ്രദ്ധയും ഊർജവും ക്രിയാത്മകമായ മറ്റു മേഖലകളിലേക്ക് തിരിച്ചുവിടുക എന്നതാണ്. ഡിജിറ്റൽ സ്ക്രീനുകളിൽ നിന്ന് പൂർണ്ണമായി പിന്തിരിപ്പിക്കാൻ പകരമായി അതിലും ആകർഷകവും മനസ്സിന് സന്തോഷവും ഉന്മേഷവും നൽകുന്നതുമായ മറ്റു പ്രവർത്തനങ്ങൾ അവർക്ക് മുൻപിൽ തുറന്നു നൽകേണ്ടതുണ്ട്. കായിക വിനോദങ്ങളിലേക്കും ഔട്ട്ഡോർ ഗെയിമുകളിലേക്കും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നത് അവരുടെ ശാരീരിക ആരോഗ്യത്തോടൊപ്പം വൈകാരിക സമനിലയും ഉറപ്പാക്കാൻ സഹായിക്കുന്നു. കളിക്കളങ്ങൾ കുട്ടികളിൽ അച്ചടക്കം, സഹകരണ മനോഭാവം, തോൽവികളെ പക്വതയോടെ നേരിടാനുള്ള ശേഷി എന്നിവ വളർത്തുന്നു. കൂടാതെ വായനയും കലകളും കുട്ടികളുടെ ഭാവനയെയും ചിന്താശേഷിയെയും ഉത്തേജിപ്പിക്കുകയും മനുഷ്യവികാരങ്ങളെയും സഹാനുഭൂതിയെയും ആഴത്തിൽ മനസ്സിലാക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യുന്നു. സിനിമകളിലെയും ഗെയിമുകളിലെയും വ്യാജ അക്രമങ്ങൾക്കു പകരം നല്ല സാഹിത്യവും സംഗീതവും ചിത്രരചനയുമെല്ലാം കുട്ടി മനസ്സുകളിൽ സർഗാത്മകതയും നന്മയും നിറയ്ക്കുന്നു. ഇതോടൊപ്പം നാഷണൽ കാഡറ്റ് കോർപ്സ്, സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ്, ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തുടങ്ങിയ സാമൂഹിക സേവന പ്രസ്ഥാനങ്ങളിൽ കുട്ടികളെ പങ്കാളികളാക്കുന്നത് അവരുടെ വ്യക്തിത്വ വികാസത്തിന് വലിയ മാറ്റങ്ങൾ വരുത്തും.
ഇത്തരം സംഘടനകളിലൂടെ രാജ്യസ്നേഹം, അച്ചടക്കം, സഹജീവി സ്നേഹം, സാമൂഹിക ഉത്തരവാദിത്തം എന്നിവ ചെറുപ്പത്തിലെ ശീലിക്കാൻ കുട്ടികൾക്ക് സാധിക്കുന്നു. യഥാർത്ഥ ജീവിതത്തിൽ മനുഷ്യരുമായി നേരിട്ട് ഇടപഴകാനും സമൂഹത്തിന് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാനും അവസരം ലഭിക്കുന്നതോടെ വ്യാജ മാസ് പ്രകടനങ്ങളിലും തെറ്റായ ഹീറോയിസത്തിലുമല്ല, മറിച്ച് ജനങ്ങളെ സഹായിക്കുന്നതിലാണ് യഥാർത്ഥ തൃപ്തിയെന്ന് കുട്ടികൾ തിരിച്ചറിയുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ കുട്ടി മനസ്സുകളിലെ അക്രമവാസനകളെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഏറെ സഹായകരമാണ്. നാളത്തെ തലമുറയ്ക്കായി ഒരു കരുതൽ. സാങ്കേതിക വിദ്യയുടെ അതിവേഗത്തിലുള്ള വളർച്ചയും ഡിജിറ്റൽ ലോകത്തിന്റെ അനിയന്ത്രിതമായ കടന്നുവരവും മനുഷ്യജീവിതത്തിന് ഒട്ടേറെ സൗകര്യങ്ങൾ സമ്മാനിച്ചുവെങ്കിലും കൃത്യമായ ബോധവൽക്കരണവും മേൽനോട്ടവും ഇല്ലെങ്കിൽ അത് നമ്മുടെ നാളെയുടെ പ്രതീക്ഷകളായ കുട്ടി മനസ്സുകളെ എത്രത്തോളം ക്രൂരവും വൈകാരികമായി ശൂന്യവുമാക്കാം എന്നതിന്റെ ഞെട്ടിക്കുന്ന തെളിവുകളാണ് ഇന്ന് നമ്മൾ ചുറ്റും കാണുന്നത്. ഓൺലൈൻ ഗെയിമിംഗ് ലോകത്തെ പോയിന്റുകൾക്കും ഡിജിറ്റൽ ബഹുമതികൾക്കും വേണ്ടിയുള്ള ആസക്തിയും രാസലഹരികളുടെ മാസ്മരികതയും അധ്വാനമില്ലാതെ അതിവേഗം പണമുണ്ടാക്കാനുള്ള ഉപഭോഗ സംസ്കാരത്തിന്റെ അമിത മോഹവും ഒത്തുചേരുമ്പോൾ കുട്ടി മനസ്സുകളിൽ നിന്ന് അടിസ്ഥാനപരമായ മാനുഷിക മൂല്യങ്ങളും ഇരയോടുള്ള ദയയും സഹാനുഭൂതിയും പൂർണ്ണമായി വറ്റിപ്പോകുന്നു. ഈ ഗുരുതരമായ സാമൂഹിക വിപത്തിനെ കേവലം കർശനമായ നിയമങ്ങൾ കൊണ്ടോ പോലീസ് നടപടികൾ കൊണ്ടോ മാത്രം പൂർണ്ണമായി തടഞ്ഞു നിർത്താനാവില്ല. മാറേണ്ടത് നമ്മുടെ കുടുംബങ്ങളിലെയും വിദ്യാലയങ്ങളിലെയും അന്തരീക്ഷവും സമീപനങ്ങളുമാണ്. കേവലം മാർക്കുകൾ നേടുന്ന യന്ത്രങ്ങളായല്ല, മറിച്ച് സഹജീവികളുടെ വേദന മനസ്സിലാക്കാൻ കഴിവുള്ള നല്ല മനുഷ്യരായി കുട്ടികളെ വളർത്താൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് കഴിയണം. സ്ക്രീനുകളിലെ വെർച്വൽ ലോകത്ത് നിന്ന് ലഭിക്കുന്ന വ്യാജമായ ആവേശങ്ങളല്ല, മറിച്ച് യഥാർത്ഥ ജീവിതത്തിലെ മാനുഷിക ബന്ധങ്ങളും സ്നേഹവും കരുതലുമാണ് ഓരോ കുട്ടിക്കും ശരിയായ ദിശാബോധം നൽകേണ്ടത്. മാതാപിതാക്കളും അധ്യാപകരും ഭരണകൂടവും സമൂഹവും കൈകോർത്ത് ജാഗ്രതയോടെ പ്രവർത്തിച്ചാൽ മാത്രമേ അക്രമവാസനയുടെയും ആസക്തികളുടെയും വിഷച്ചവിട്ടുകളിൽ നിന്ന് നമ്മുടെ മക്കളെ രക്ഷിച്ചെടുക്കാനും അവരെ നന്മയും ഉത്തരവാദിത്വവുമുള്ള നല്ല പൗരന്മാരായി വാർത്തെടുക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ.